മഹ്ദി ഇമാം വരും. ഈ ലോകത്ത് ഒരാൾ പറയാത്ത വ്യാഖ്യാനം പറയും ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം. എന്നിട്ട് തീർന്നോ? ഇല്ല. അപ്പോഴും പറയും അല്ലാഹു ആലം, ബാക്കി അല്ലാഹു അറിയും, എനിക്കറിയില്ല. ഈസ അർത്ഥം വെക്കും. ഈ ലോകത്ത് ഒരാൾ വെക്കാത്ത അർത്ഥമായിരിക്കും ഈസ പറയുക. ഈസ വന്നാൽ അലിഫ് ലാം മീം പച്ചവെള്ളമായിരിക്കും. അതുവരെ നമ്മൾ അല്ലാഹു ആലം ബി മുറാദി നടക്കും. ചിലപ്പോൾ ഈസ ചില ആളുകൾ ചവിട്ടിൽ പറയും അലിഫ് ലാം മീം ഒരു പരക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരാൾ ചവിട്ടിൽ വേറെ പറയും. എന്ത്? മറ്റൊന്നും അറിയാൻ പാടില്ല. ഓർഞ്ഞാൽ അപ്പം തന്നെ ബോധം കിട്ടും. ഈ അലിഫ് ലാം മീമിന്റെ ഉള്ളിൽ ഇജ് മുസ്ലിമാണോ കാഫറാണോ വരേണ്ടോ അതുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തിരുന്നോന് തിരിയും, അല്ലാത്തവർക്കൊക്കെ വ്യക്തമാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? തല കൊടുത്ത് ചിന്തിക്ക്. ഇതൊക്കെ തന്നെയാണ്. ഒരു പോർത്തലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറഞ്ഞ കാലഘട്ടത്തിൻ്റെ താരീഖ് വായിച്ച് ഇതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നീ കാഫറാവും. അത് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നീ കാഫറാവും. അങ്ങനെയാണെങ്കിൽ നീ കാഫറാവും. അങ്ങനെ വന്നാൽ നീ കാഫറാവും. അങ്ങനെ കാഫറായവരുണ്ട്. കാഫറാവലിൻ്റെ ഏറ്റവും അടിസ്ഥാനം നബിയിൽ ശങ്ക വരലാണ്. നബിയിൽ ശങ്ക വന്നാൽ, അവിടുത്തെ വ്യക്തിത്വത്തിൽ ശങ്ക വന്നാൽ കാഫറാവും. പുണ്യ റസൂലിൽ എത്തിയപ്പോഴെല്ലാം, ആ നബിയുടെ അടുത്ത് ആ റിസാലത്ത് എത്തിയപ്പോഴെല്ലാം മുതഅക്കിഫൻ, അവിടുന്ന് അള്ളാഹുവിന് ഭജനമിരിക്കുന്ന നിലയിലാണ്. അള്ളാഹുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറെടുത്ത നിലയിലാണ് നബിയിൽ എത്തിയിട്ടുള്ളത്. അതായത് അള്ളാഹ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരുങ്ങിയൊരു വ്യക്തി എന്ന നിലയിലാണ് ഖുർആൻ നബിയെ കണ്ടത്. അല്ലാതെ ഖുർആൻ വന്നിട്ട് നന്നായ ആളല്ല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജാഅ നദീറൻ, നോക്ക് ഇന്ന് തീർക്കണം. ഫജാഅ നദീറൻ ദാഇയൻ വമുബശ്ശിറാ വഅർശാദ മൻ ഖദ് കാന ഖബ്ലു തഅസ്സഫാ. നബി വന്നു, നദീറൻ മുന്നറിയിപ്പുകാരൻ, ദാഇയൻ പ്രബോധകനായും, മുബശ്ശിറൻ സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടും നബി വന്നു സമൂഹത്തിലേക്ക്. വഅർശദ മൻ ഏതൊരാളെയും നേർമാർഗത്തിലാക്കി. ഖദ് കാന ആ ആളായിരുന്നു ഖബ്ലു നബി വരുന്നതിന് മുമ്പ് തഅസ്സഫ തെറ്റിലേക്ക് ചാഞ്ഞു നിന്നവനാണ്. എല്ലാവരും ശരി മനസ്സിലാക്കാത്തവരാണ്. അവരെയൊക്കെ ശരിയിലേക്ക് ചേർത്തു മുഹമ്മദ്. തഅസ്സഫ തെറ്റിലേക്ക് ചെരിഞ്ഞു, തെറ്റിലേക്ക് നീങ്ങി നിന്നു. തെറ്റ് ചെയ്യാനുള്ളതൊക്കെ ഒരു രീതി, ഒരു ടെൻഡൻസി അവരിൽ നിലനിൽക്കവേ പുണ്യ റസൂൽ മുസ്തഫ വന്നു. ചിലർ തെറ്റിലൂടെ വല്ലാതെ മുന്നോട്ട് പോയി, അവരൊക്കെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവന്നു മുഹമ്മദ്. പിന്നെ നോക്ക് എൻ്റെ കൂടെ ചൊല്ലി. فجاء نذيرا داعيا ومبشرا وأرشاد من قد كان قبله تعسفا وصلى وصام الصيف حجا مجاهدا وزكى وشهد الدين والكون ثقفا. വസല്ല അവിടുന്ന് നിസ്കരിച്ചു, വസാമ നോമ്പ് നോറ്റു, അസ്വൈഫ ഏത് വേനൽക്കാലത്തും, ഹജ്ജ് ചെയ്തു, മുജാഹിദൻ അള്ളാഹുവിന് വേണ്ടി യത്നം ചെയ്യുന്നവനായ നിലയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് സക്കാത്ത് കൊടുത്തു, കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, ധർമ്മം കൊടുത്തു എന്നർത്ഥം. വഷദ ദീന ദീനിനെ പടുത്തുയർത്തി, വൽ കൗന ഈ പ്രപഞ്ചത്തെയാകെ സഖഫ അവിടുന്ന് സംസ്കരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം സഖഫ സംസ്കരിച്ചു. വജാഹദ ഫിഹ്റൻ ഇൻദ ബദരിൻ മുഹമ്മദു വജിബ്രീൽ വമീകാൽ ഫീഹി തകശഫാ. ഈ ആൾക്ക് നേരത്തെയും ഡ്യൂട്ടി ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഡ്യൂട്ടി നമുക്കറിയൂല. 571 ജനിച്ചിട്ട് 632 മരിച്ച ആൾ മാത്രമല്ല മുഹമ്മദ്. ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നബിയുടെ ചരിത്രം വായിച്ച് നബിയെ പഠിക്കരുത്. നബി ചരിത്രം പഠിക്കൽ നിർബന്ധമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്, എന്തല്ല നബിയുടെ ചരിത്രമല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇവിടെയാണ് വഹാബിയും സുന്നിയും വ്യത്യാസമുണ്ട്. വഹാബിക്ക് നബി ചരിത്രം എന്ന് പറഞ്ഞാൽ നബി ജനിച്ച് മരിക്കുന്നതിനിടയിലുള്ള ചരിത്രം നബി ചരിത്രം. സുന്നിക്ക് നബി ചരിത്രം അതല്ല. നബിയുടെ ചരിത്രം ലോകത്തിൻ്റെ തുടക്കം മുതൽ ലോകത്തിൻ്റെ അവസാനം വരെയുള്ളതാണ് നബി ചരിത്രം.
ആ ചരിത്രം നമുക്ക് അള്ളാഹു തുറന്നു തരും ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ അതൊക്കെ മാന്തേണ്ടതാണ്. നബി ചരിത്രം എന്ന പേരിൽ എന്താ ഇന്ന് നാട്ടിലുള്ളത്? പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗമമണ്ഡലത്തിൽ മുകളിലുണ്ടായിരുന്ന AD 571 മനസ്സിലായില്ല മുതൽ ഏപ്രിൽ മുതൽ AD 632 ജൂൺ 8 വരെയുള്ള കാലഘട്ടം. ഇതാണ് ഇന്ന് നമ്മൾ നബി ചരിത്രം എന്ന പേരിൽ പഠിക്കുന്നത്. അത് നബി ചരിത്രമല്ല, നബി ഭൗമമണ്ഡലത്തിൽ മുകളിലുണ്ടായിരുന്ന മനസ്സിലായി ആ പ്രത്യേക കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. നബി ചരിത്രമല്ല. നബി ചരിത്രം നമുക്ക് ഇവിടുന്ന് ഈ അപ്പുറത്തേക്ക് കിടക്കണം, ഈ പോർട്ടൽ വിടണം. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നബി ചരിത്രം കിട്ടുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നബി ചരിത്രം പഠിച്ചോണ്ട് നബിയെ പഠിക്കാനും കഴിയില്ല. നബി ചരിത്രം ഒരാൾ പഠിച്ചാൽ, വഹാബിക്ക് നബി ചരിത്രം പഠിച്ചാൽ നബി പഠിക്കാം. അതുകൊണ്ട് അവരുടെ നബി ഒരു പോസ്റ്റ്മാനാണ്. നമ്മളെ നബി പോസ്റ്റ്മാനല്ല. നമ്മളെ നബി ആരാ നമുക്ക് തന്നെ അറിയില്ല. ഹൽ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടു? ഖാലു നഅം. ഖാലല്ല, നിങ്ങൾ കണ്ടിട്ടില്ല. ഇന്ന് സ്വഹാബികളായ ഉമർ ഇബ്നു ഖത്താബിനോട് പറയാണ് ആര്? ഉവൈസ്. ആ റസൂൽ അതാരാ? കാണാൻ കഴിയാത്ത റസൂലാ സ്വഹാബത്തിന് പോലും. അപ്പോൾ ആ വ്യക്തി വ്യക്തമായി നിന്നപ്പോൾ പോലും അവ്യക്തതയാണ്. മനസ്സിലായില്ല? ഈ വ്യക്തി വ്യക്തനായപ്പോൾ അവ്യക്തൻ മുഹമ്മദ്. ഈ വ്യക്തി മനസ്സിലായില്ലേ? ഒരാളെ വ്യക്തിന്ന് എപ്പോഴാ പറയാം? വ്യക്തത. അയാളിൽ വ്യക്തതയുണ്ട്. ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകുന്ന ഒരു ആളാണ് വ്യക്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോൾ വ്യക്തിയാവോഴും അവ്യക്തന. മുഹമ്മദ് ആരാണ് ഇയാൾ? അറിയില്ല. അതറിയില്ല, അത് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ ഒരു പോർട്ടലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറഞ്ഞ കാലഘട്ടത്തിൻ്റെ താരീഖ് വായിച്ച് ഇതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നീ കാഫിറാവും. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നീ കാഫിറാവും. അങ്ങനെയാണെങ്കിൽ നീ കാഫിറാവും. അങ്ങനെ വന്നാൽ നീ കാഫിറാവും. അങ്ങനെ കാഫിറായവരുണ്ട്. കാഫിറാവലിൻ്റെ ഏറ്റവും അടിസ്ഥാനം നബിയിൽ ശങ്ക വരലാണ്. നബിയിൽ ശങ്ക വന്നാൽ, അവിടുത്തെ വ്യക്തിത്വത്തിൽ ശങ്ക വന്നാൽ കാഫിറാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ വ്യക്തിത്വത്തിൽ ശങ്ക വന്നാൽ കാഫിറാകും. നബിയിൽ കാഫിറായ പിന്നെ മുഅ്മിനാകാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണ്. ചിന്തിക്കണം, വളരെ വളരെ ഗൗരവമായി ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും അവ്യക്തനാണ്. എന്നാൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വ്യക്തതയുണ്ട്, അവ്യക്തതയുമുണ്ട്. അല്ലാഹു എന്നും കുല്ലുക്കും ഹംഖൗ ഫീ മഅരിഫത്തി ദാത്തില്ല. അല്ലാഹു എന്നും അവ്യക്തനാണ്. മുഹമ്മദ് എന്നാൽ വ്യക്തനുമാണ്, അവ്യക്തനുമാണ്. നമ്മളൊക്കെ വ്യക്തനാണ്, നമ്മളൊക്കെ വ്യക്തികളാണ്. നമ്മളിൽ എന്നും വ്യക്തനുണ്ട്. മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പഠിച്ചാലും വ്യക്തത പൂർത്തിയാവില്ല. പഠിച്ചത് വ്യക്തമാണ്, അതിനപ്പുറം ഇനിയും ഉണ്ടാവും. അല്ലാഹുവിനെയോ? അല്ലാഹു എന്നും അവ്യക്തനാണ്. മുഹമ്മദോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തലത്തിൽ വ്യക്തനാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് അവ്യക്തനാണ്. كل من في الكون هام فيك يا أبه الجبين وله فيك غرام واشتياق وحنين يا نبي. മുസാഫ് കൊണ്ട് ഒരു മുസാഫ് കൊണ്ടുണ്ട്, ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഓടിക്കൊണ്ട്. ഖുർആൻ. ഇപ്പൊ ഖുർആൻ എന്താ സുന്നിയും സുന്നി അല്ലാത്തൊരു വ്യത്യാസം? ഇപ്പോൾ ഇതൊരു തലത്തിൽ വ്യക്തമാണ്, അതിനപ്പുറത്ത് അവ്യക്തം.
എന്നാൽ സുന്നി അല്ലാത്തവർക്ക് ഇതെന്നും വ്യക്തമാണ്. സുന്നി അല്ലാത്തവർക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഭരണകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു, അവർക്ക് വ്യക്ത. സുന്നിക്കോ? സുന്നി വ്യക്തമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ വ്യാഖ്യാനം ഞാൻ പറയുകയും നിങ്ങൾ എഴുതുകയും ചെയ്ത് 80 ഒട്ടകം വഹിച്ചാലും മതിയാവില്ല. ആരാ പറഞ്ഞത്? അലിയുനിൽ മുർത്തള അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ. ഞാൻ വിജ്ഞാനത്തിൻ്റെ നഗരമാണെങ്കിൽ നഗര കവാടം അലിയായിരിക്കും എന്നർത്ഥം. അതൊരു ഉപമവാക്കാം. അല്ലാതെ നബി വിജ്ഞാനത്തിൻ്റെ നഗരം എന്നല്ല, നബി വിജ്ഞാനങ്ങളുടെ ലോകമാണ്, ഒരു ഉപമയാണ്. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ. ഈ ഹദീസ് സ്വഹീഹും ഹസനുമാണെന്ന് ബഹുമാനപ്പെട്ട ഹാഫിൾ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറയാൻ കാരണം ചിലർ പറയും അത് ഷിയാക്കൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അല്ല. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ. ഞാൻ വിജ്ഞാനത്തിന്റെ നഗരമാണെങ്കിൽ അലി ആ നഗര കവാടമാണ്. ആളെ പറഞ്ഞത്. ഞാൻ ബിസ്മിക്ക് വ്യാഖ്യാനം പറയാം, നിങ്ങൾ എഴുതുക. 80 ഒട്ടകങ്ങൾ വഹിക്കാനും കുഴങ്ങും. മതിയാവൂല. എന്തിന്റെ വ്യാഖ്യാനം? ബിസ്മി. അപ്പൊ എന്ത് പരമകാരുണ്യൻ, എന്ത് കരുണാനിധി. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇതാണ് സുന്നി. സുന്നി നേതാവാണ് അലി. സുന്നി നേതാവാണ് സിദ്ദീഖ്, ഫാറൂഖ്, ഉസ്മാൻ, അലി. അവർക്ക് സുന്നി നേതാക്കളാണ്. കാരണം അവരെ പോലും നമുക്ക് തിരിയില്ല. അവരെ നമുക്ക് തിരിയില്ല. അവർ തിരിയില്ല. സിദ്ദീഖിനെയും തിരിയൂല. സിദ്ദീഖിനെ തിരിഞ്ഞാലല്ലേ സിദ്ദീഖിനെ തിരിയൂ. സിദ്ദീഖ് മുഹമ്മദാണ്. തിരിയില്ല. സിദ്ദീഖിനെ തിരിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. തല കൊടുത്ത് ചിരിക്കും. ഇങ്ങോട്ട് നോക്ക്. ഞാനീ പറഞ്ഞ നല്ല തല കൊടുത്ത് ചിന്തിക്ക്. എന്താ ഈ പറയുന്നത്? അതായത് സുന്നികൾക്ക് തിരിഞ്ഞത് തിരിഞ്ഞു. ഇതേ കിതാബ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുൽ അൽ മഹ്ദി വരും. ഈ കിതാബ് ഓർക്കും. എന്നിട്ട് അതിനർത്ഥം പറയും. മനസ്സിലാവുണ്ട് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ ഒരാൾ പറയാത്ത അർത്ഥമായിരിക്കും. ആ വ്യക്തിക്ക് അത് വ്യക്തമായിരിക്കും. അതുവരെ അത് അവ്യക്തമായിരിക്കും. ആ ആൾ മുഹമ്മദിനെ പരിചയപ്പെടുത്തും. അപ്പോൾ വീണ്ടും വ്യക്തവും. അതുവരെ അവ്യക്തമായിരിക്കും. ഞാൻ നബിക്ക് ഇതൊക്കെ അറിയില്ല. എല്ലാം അറിയും. പിന്നെന്തേ പറയാഞ്ഞോ? പറയാൻ പറ്റൂല. അത് ഉൾക്കൊള്ളില്ല. അത് പറയാനായിട്ടില്ല. പൂക്കല വരുമ്പോഴത്തിന് മാന്തിയാൽ കൊല പോയി. പൂക്കൊല വരുമ്പോൾ തന്നെ തെങ്ങിന് വലിച്ചാലോ അക്കൊല പോയില്ല. പറയട ചങ്ങായി, പൂക്കൊല അങ്ങോട്ട് വിടർന്നപ്പോഴത്തിന് മാന്തി വലിച്ചു. ഒരു കാര്യമല്ല. അച്ചിങ്ങാവുന്നവരെ നിന്നാൽ പട്ടിനെറിയെങ്കിലും ചെയ്യും. മനസ്സിലായില്ലേ? അന്നത് പറയാൻ പറ്റൂല. പിന്നെ അത് വ്യക്തമായി വരും. അപ്പോഴും നമുക്ക് അവ്യക്തമായിരിക്കും. മഹ്ദി ഇമാം വരും. ഈ ലോകത്ത് ഒരാൾ പറയാത്ത വ്യാഖ്യാനം പറയും ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം. എന്നിട്ട് തീർന്നോ? ഇല്ല. അപ്പോഴും പറയും അല്ലാഹു അഅലം. ബാക്കി അല്ലാഹു അറിയും, എനിക്കറിയില്ല. ഈസ അർത്ഥം വെക്കും. ഈ ലോകത്തൊരാൾ വെക്കാത്ത അർത്ഥമായിരിക്കും ഈസ പറയുക. ഈസ വന്നാൽ അലിഫ് ലാം മീം പച്ചവെള്ളമായിരിക്കും. അതുവരെ നമ്മൾ അല്ലാഹു അഅലം ബി മുറാദി നടക്കും. ചിലപ്പോൾ ഈസ ചില ആളുകൾ ചവിട്ടിൽ പറയും. അലിഫ് ലാം മീം ഒരു പരക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരാൾ ചവിട്ടിൽ വേറെ പറയും. എന്ത്? മറ്റൊന്നും അറിയാൻ പാടില്ല. ഓർഞ്ഞാൽ അപ്പം തന്നെ ബോധം കിട്ടും. ഈ അലിഫ് ലാമിൻ്റെ ഉള്ളിൽ ഇജ് മുസ്ലിമാണോ കാഫറാണോ എന്നവരുണ്ടോ? അതും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. തിരിയുന്നവന് തിരിയും, അല്ലാത്തവർക്കൊക്കെ അവ്യക്തമാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? തല കൊടുത്ത് ചിന്തിക്ക്. ഇതൊക്കെ തന്നെയാണ് വഹാബി മനസ്സിലാക്കി. സുന്നി അങ്ങനെ മനസ്സിലാക്കണില്ല. സുന്നിക്ക് കിട്ടിയത് വ്യക്തമാണ്.
ഞാൻ ഇന്ന് ആ വ്യക്തതൻ്റെ ഉള്ളിൽ വേറെ അവ്യക്തത ഉണ്ടാവും. അല്ലാഹു അഅലം. ഓന് കിട്ടിയതും കൊണ്ട് പോരും, അത്ര തന്നെ. ബാക്കി എനിക്കറിയില്ല. എല്ലാത്തിനെയും ശുദ്ധീകരിച്ചു, സംസ്കരിച്ചു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതാണ് മുഹമ്മദ്. മുഹമ്മദുൻ ഫിൽ അസൽ മുഹമ്മദുൻ ഫിൽ അബദ്. മുഹമ്മദ് എന്താ അതിൻ്റെ അർത്ഥം? പ്രശംസിക്കപ്പെടേണ്ടവൻ. വിമർശിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഈ വ്യക്തിക്ക് ഉണ്ടാവില്ല. أخي موسى لولاهما قال تلك أو كما قال. എൻ്റെ മൂസ അത് പറയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നബി പറയുന്നുണ്ട് പല സ്ഥലത്ത്. എൻ്റെ സുലൈമാൻ അങ്ങനെ പറയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനത്തെ ഒരു വിഷയം റസൂലിന് വരില്ല. മനസ്സിലായില്ല? ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹ ഫലാ തുസാഹിബ്നി. മനസ്സിലായില്ല? ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെ നിങ്ങൾ എന്നെ കൂടെ കൂട്ടണ്ട. എൻ്റെ മൂസ അത് പറയാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നബി. മൂസാ നബിയെ പറ്റി, റസൂലുള്ളാഹിനെ പറ്റി അങ്ങനത്തെ ഒരു വാക്കുണ്ടാവില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞ കഫറാവും. തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു MLA എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് കോട്ടുമല പാപ്പ മുസ്ലിയാർ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒരു MLA കൂടി യാത്ര ചെയ്യാം. അപ്പം ആ MLA പറഞ്ഞു, ആയിഷ ബീവിനെ കൊണ്ട് ആകെ പൊല്ലാപ്പ്. ആ ആയിഷ ബീവിനെ നബിക്ക് കെട്ടേണ്ടിയിരുന്നില്ല. കഫറായി. അപ്പം കഫറായി. ആ സെക്കൻഡ് കഫറായി. ഞാൻ മുസ്ലിം MLA, പക്ഷെ ഒരാൾ കഫറായി. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു MLA എന്ന് കൂട്ടിക്കളി. ഏതാ നിങ്ങൾ തലമുണ്ടാക്കണ്ട. അടുത്തിപ്പം പട്ടിയിലിട്ടിട്ടുള്ളൂ, മിക്കവാറും അടുത്ത് പുറത്ത് വരും. അപ്പൊ പറയാം. മനസ്സിലായില്ലേ? നിങ്ങളിൻ്റെ കൂടെ അല്ലേ? മനസ്സിലായേ പറഞ്ഞത്. ഒരു MLA പറഞ്ഞു എന്നോട് കോപ്പിട്ടു മല ബാപ്പ മുസ്ലിയുടെ. ആ MLA പേരും പറഞ്ഞു. ആയിഷ ബീവിനെ കൊണ്ടാണ് പാക പൊല്ലാപ്പ്. ആയിഷ ബീവിനെ നബി കെട്ടേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ആരായി? അങ്ങനെ നബി ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ ജാരായി. പറയട ജാരായി, കഫറായി. 6 വയസ്സായ കുട്ടീനെ നബിക്ക് കെട്ട, 9 വയസ്സായ കുട്ടി നബിക്ക് വീട്ടിൽ കൂടാ. അതൊക്കെ വേറെ വിഷയമാണ്. ഞാൻ ഒരു പഠനത്തിൽ ഇങ്ങനെ ഒരു വജുഹുണ്ട് എന്ന് കണ്ടെത്തിയതാണ്. നീ വസ്തുത പുറത്താണെങ്കിൽ ഒരു പ്രശ്നമില്ല. പള്ളിയിലുള്ള കുട്ടീനെ നബി കേട്ട, അതിലൊന്നും ഇവിടെ ഡൗട്ടില്ല. ഇതിൽ താരീഖിൽ അബദ്ധം വന്നു എന്ന് നമ്മൾ പരിശോധിച്ചതാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇനി അപ്പുറത്താണ് സത്യമെങ്കിൽ പ്രശ്നമില്ല. എന്തുകൊണ്ട്? അതിൽ ചോദ്യമല്ല. 6 വയസ്സായ കുട്ടീനെ കിട്ടിയ നബിയെ ഞാൻ അംഗീകരിക്കൂല. അങ്ങനെയില്ല. നമ്മുടെ പഠനമാണ്. താരീഖിൽ അബദ്ധം പറ്റിയോ ഒരു അന്വേഷണമാണ്. അത്രയേ ഉള്ളൂ. 1 വയസ്സായ കുട്ടിയെ നബി കിട്ടിയാലും നബി ചെയ്തതാ ശരി. എന്തേ അങ്ങനെ തന്നെയല്ലേ? അത്രയേ ഉള്ളൂ. ഈ ഭൂലോകത്തെ പെണ്ണുങ്ങളൊക്കെ നബി കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. കാരണം ഈ ലോകത്തുള്ള എല്ലാ നബിമാരെയും എല്ലാ പെണ്ണുങ്ങളെയും നബി കൊടുത്താലും നമ്മൾ നബിയോടുള്ള ഹക്ക് വിട്ടൂല. അങ്ങനത്തെ മുഹമ്മദ് 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 മുദമ്മമാവൂല. അതാണ് മുഹമ്മദ്. ഒരിക്കലും മുദമ്മമല്ല. മുഹമ്മദ് എപ്പോഴും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഇരിക്കല്ലേ മോനെ, സ്വലാത്തല്ലേ? വെറുതെ ഇരിക്കല്ലേ? വെറുതെ ഇരിക്കുക. റസൂലുള്ളാഹിന്റെ പേര് കേട്ടിട്ട് മുഹമ്മദ് മുഹമ്മദ് ഫിൽ അസലി മുഹമ്മദ് വഫിൽ അബലി മുഹമ്മദ് ഫിസ് സമാഇ മുഹമ്മദ് വഫിൽ അർവാഹി മുഹമ്മദ് വഫിൽ ഖുബൂരി മുഹമ്മദ് വഫിൽ ഹശ്രി മുഹമ്മദ് വഫിൽ ജന്നതി هو محمد قد بس هو محمد وحيدا
ഒരാൾ മാത്രമാണ് സ്വർഗത്തിൽ മുഹമ്മദ്, അത് ഈ മുസ്തഫയാണ്. ബാക്കിയൊക്കെ താബിഈങ്ങളാണ്. ഒറ്റ മുഹമ്മദേ സ്വർഗത്തിലുള്ളൂ, അത് ഈ മുഹമ്മദാണ്. ഒറ്റ മുഹമ്മദേ മഹ്ശറിലുള്ളൂ, ഒറ്റ മുഹമ്മദേ ഖബറിലുള്ളൂ, അത് മുഹമ്മദാണ്. പറ വെറുതെ ഇരിക്കല്ല, അത് മുദമ്മമാവൂല. അതിലെപ്പോഴും ദമ്മ് കണ്ട നീ അപ്പക്ക് സെക്കൻഡ് കവറോ, നീ നന്ദി കെട്ടവനാണ്. മുഹമ്മദിനെ മുഹമ്മദാക്കല നന്ദി. ഇങ്ങോട്ട് ഒരു അല്പനേരെങ്കിലും ഒരു ദിവസം ഒരു മൗലൂദ് ഓടണം, സുന്നിയാണെങ്കിൽ. അത് കാണാതെ ഓടിച്ചോ, ഒരു അതീതെങ്കിലും ചോദിക്കളാം എന്നും. മനസ്സിലായില്ലേ? സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅവജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അത് കാണാൻ പഠിച്ചാൽ അതാണ് കാണാൻ പഠിച്ചാൽ. അൻതാ തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബൂദൂർ. വേറെയുള്ള മൗലിദ് ഓതിക്കൂടെ? പക്ഷെ നമ്മളെ നാട്ടിലുള്ള ഇതാ. ഇത് എന്തോതിയാൽ തോന്നും. ഈ ബ്രോസ്റ്റ് എന്ന് എല്ലാണെങ്കിലും പരിലുമ്മ കഞ്ഞിൻ്റെ വെള്ളത്തിൽ മുരിങ്ങട്ട് താളിച്ചും ചോറും വെച്ചിക്കണമെങ്കിൽ അത് രണ്ട് കയ്യിലെങ്കിലും ഓൻ തിന്നളാം. അന്നുള്ള പഠിച്ച ഭക്ഷണം ബ്രോസ്റ്റല്ല, എന്നെ മുരിങ്ങ താളിച്ചവും ചോറുമാണ് അന്ന പഠിച്ചത്. മറ്റത് അമേരിക്കക്കാരെ ഭക്ഷണം, അത് ഇവിടെ മുണുങ്ങണെന്നേ ഉള്ളൂ. മനസ്സിലായില്ല? എന്നെ പഠിച്ചത് എന്തിലേക്കാണ്? മുരിങ്ങൻ്റെ ലേക്കാണ്. എൻ്റെ വല്യമ്മ പറയും, അല്ലാഹു തആല മനുഷ്യന് ഭൂമിയിൽ അടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ സൃഷ്ടിച്ചതാണ് എന്ത്? മുരിങ്ങാമരം. എവിടുന്നാ വല്യമ്മക്ക് അത് കിട്ടിയെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെയാണ്. എന്തോ ഒരു ബന്ധമുണ്ട്. മുരിങ്ങയെക്കുറിച്ച് അറബിയിൽ യുസ്ർ എന്നാ പറയാ. യുസ്ർ എളുപ്പം. യുസ്ർ എന്നാ പറയാ. മുരിങ്ങാമരത്തിന് യുസ്ർ എന്നാ പറയാ. ഷജറത്തുൽ യുസ്ർ, ഔറാഖുൽ യുസ്ർ അങ്ങനെ പറയാം. അപ്പം നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞ എൻ്റെ ഇത് പറയാൻ കാരണം ഇങ്ങനെ പറയാൻ കാരണം എന്തേ പറയാൻ കാരണം മങ്കൂസ്. ഏത് മൗലിദ് ഓതിയാലും അത് ഓതിക്കണം. ദീവാൻ ഓതാണെങ്കിലും മങ്കൂസ് ഒരു അന്ത്യത്തിന് ഓതിക്കണം. അത് നിന്റെ ബാധ്യതയാണത്. റസൂലുള്ളാഹി പറയും, ആള് മുഹമ്മദാണ്, നിസ്കരിച്ചു, പക്ഷെ ഒരു ഖൗമിൻ്റെ ഖൽബിൽ മുഹമ്മദ് അല്ല. ഓളെ അല്ലാഹു ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഒരു നിസ്കരിച്ചു ഖൽഫ മുഹമ്മദിൻ വലാകിൻ ഫീ ഖുലൂബിഹിം മുഹമ്മദുൻ ലൈസ ബി മുഹമ്മദിൻ. അവരുടെ ഹൃദയത്തിൽ മുഹമ്മദ് അല്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അവരിൽ ഇറങ്ങിയ ആയത്താണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ. അവരെ പ്രശ്നം എന്താ? നിസ്കരിക്കാത്തല്ല, പിന്നെന്താ? അവരുടെ ഖൽബിൽ മുഹമ്മദ് അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഖൽബിൽ മുഹമ്മദ് ആണെങ്കിൽ നീ മുഅ്മിനാവും. ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടും. ഇന്നെ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതായി കിട്ടണം. നോക്ക് صلى وصام الصيف هجا مجاهدا وزكى وشهد الدين والكون ثقفا وجاهد فهرا عند بدر محمد وجبريل وميكال فيه تكشفا وجاهد യുദ്ധം ചെയ്തു, സമരം ചെയ്തു. ഫിഹിർ കബീലക്കാരോട് എൻ്റെ ബദറിൽ വെച്ച് മുഹമ്മദ് എന്ന ആൾ. ജിബ്രീൽ ഓ മീക്കാൽ, ഔവിനിവിടെ വാവിൻ്റെ മായന. ജിബ്രീലും മീക്കാലും എല്ലാം ഫിഹി ആ ബദറിൽ തകശഫ, മറ നീക്കി പുറത്തു വന്നു. പിന്നെ അവർക്ക് അവിടെ കുത്തിരിക്കാൻ പറ്റില്ല. മുഹമ്മദ് യുദ്ധത്തിനിറങ്ങിയ പിന്നെ ഒരാൾക്ക് ഒരു ജിബ്രീലിനെ അവിടെ കസേല കുത്തിരിക്കാൻ പറ്റില്ല. പാഞ്ഞൊന്നു. ഈ ജിബ്രീലും നോക്കി കുത്തുന്ന എല്ലാ നബിമാർക്ക് തല്ലിട്ടുന്ന ആകാശം നോക്കി കുത്തിരുന്നാലും വരും. അടിച്ചടിച്ച് ചോര വാർന്നു ചില നബിമാരെ. എന്നിട്ട് ജിബ്രീൽ വന്നില്ല, എന്നിട്ട് മീക്കായിൽ വന്നില്ല തല്ലാൻ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ നബിനെ തല്ലാൻ ആരടാറും ആരും വന്നില്ല. ജിബ്രീൽ വന്നില്ല. നബിക്ക് തല്ല അങ്ങനെ കിട്ടി. ഏതോ നബിക്ക് തല്ല് കിട്ടി. ആരും വന്നില്ല, തിരിച്ചടിക്കാൻ ആരും വന്നില്ല. ഇവര് വന്നില്ല. എന്നാലോ
വജിബ്രീലു ഔ മീകാലു ഫീഹി തകശഫ മറ നീക്കി പുറത്തു വന്നു. കദാലിക ഇസ്രാഫീലു ജാഅ മുബാരിസ കദാലിക ഇസ്രാഈലു ലിൽ ഹർബി ലഫഫാ. കദാലിക ഇസ്രാഫീലു ജാഅ, ഇസ്രാഫീലും വന്നു മുബാരിസ, സൂറൊക്കെ കാളൊക്കെ അവിടെ വെച്ച് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഊതുന്നുള്ളൂ. പേരിയടാ മുബാരിസൻ ഇതൊന്ന യുദ്ധത്തിന് ഒരുങ്ങിയിട്ട്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് വന്നു. ആരടാ പേരാള്? പേരിയടാ. ഇങ്ങോട്ട് വന്നു. കദാലിക ഇസ്രായേലും വന്നു. ഇസ്രായേൽ പറഞ്ഞു കൊല്ലണമൊക്കെ ബദറിൽ വെച്ച് കൊല്ലലേ ഉള്ളൂ, പേരിയടാ പേരി. ഇസ്രായേലും വന്നു. ഹർബി, ഈ ഹർബിന് വേണ്ടി ലഫഫ പറഞ്ഞാൽ വസ്ത്രം കൈത്തണ്ടേന്ന് ചുറ്റിക്കേറ്റി, ഇതിനാണ് ലഫഫ അറിയാം. അതൊക്കെ ഒരു പ്രയോഗമാണ്. അതായത് തല്ലാൻ ഒരുക്കുമ്പോണ്ടല്ലോ എന്ത് പേരിയട, ഇതാണ് ലഫഫ. പേരിയട ആരും വന്നു, ഇസ്രായേലും വന്നു. كذلك إسرافيل جاء مبارزا كذلك إسرائيل للحرب لففا ب5,000 أتوه. 5000 കൊണ്ടാണ് അതൗഹു അവർ നബിയുടെ അരികിൽ വന്നത്, ബിഷാറത്തൻ സന്തോഷ വാർത്തയുമായിട്ട്. അല്ലാതെ ഇവർക്ക് ആവശ്യമില്ല, ഇവരെ വിരലിട്ട് നൊടിക്കാൻ മാത്രം കുറേശ്ശികളില്ല. പിന്നെന്തേ? ഇത് സന്തോഷം, അതിന് സന്തോഷ വാർത്തയാണ്. അത് അങ്ങനെയാണ്, സന്തോഷ വാർത്തയാണ്. അയൽവക്കത്തെ പെണ്ണിനെയാണ് നമ്മൾ കെട്ടുന്നത് എങ്കിൽ പോലും പുതിയാപ്പള പോകുമ്പോൾ ഒരു 100 ആളെ കൂട്ടും. പേടിയുണ്ടായിട്ടല്ല. എന്താണത്? എത്ര ആളെ കൂടിയോ അത്രയും അത് അവര് അഭിമാനമാണ്. അതെന്നെ അർത്ഥം. 5,000 أتوه بشارة وناصيره مولى البرايا. എന്നാൽ നബിയുടെ സഹായി മൗലൽ ബറായ, പ്രപഞ്ചത്തിന്റെ അധിപതിയായ റബ്ബാണ്. വഖദ് കഫ, നബിക്കത് മതി താനും. ഇവരൊന്നും വരേണ്ട ആവശ്യം ആർക്കില്ല. നബിക്ക് 5000 വേണ്ട, ജിബ്രീലും വേണ്ട, മീകായിലും വേണ്ട, ഇസ്രാഫീലും വേണ്ട. നാസിറുഹു, നബിയുടെ സഹായി ഇവരൊന്നുമല്ല, മൗലൽ ബറായ, പ്രപഞ്ചത്തിന്റെ അധിപതിയായ റബ്ബാണ് നബിയുടെ സഹായി. വഖദ് കഫ, ആ റബ്ബ് നബിക്ക് മതി താനും. നബിക്ക് ഇവരൊന്നും ആവശ്യമില്ല. നിങ്ങൾ വന്നു നന്നായി, നമ്മുടെ കുടുങ്ങിയൊരു സമയമാണ്. ഈ നന്ദി ഞാൻ മറക്കൂല എന്ന് പറഞ്ഞല്ല. വെരി ഗ്ലാഡ് ടു മീറ്റ് യു, കണ്ട് വളരെ നന്നായി, ഇത് ഞാൻ ഒരിക്കലും മറക്കൂല. ഇതാണ് അബ്ദിന് ആര് മതി? അല്ലാഹു മതി. അത് നമ്മളെ കാണിച്ചു. നിങ്ങളും ബേജാറാണ്ട, നിങ്ങൾക്ക് ജിബ്രീൽ വന്നില്ല ബേജാറാണ്ട. നിങ്ങൾക്ക് എനിക്കുള്ള നിങ്ങൾക്ക് മതി, എനിക്ക് റബ്ബ് മതി, നിങ്ങൾക്ക് റബ്ബ് മതി. നോക്ക് ഒന്നുകൂടി ب5,000 أتوه بشارة وناصيره مولى البرايا وقد كفى. 5000 കൊണ്ട് അവർ പുണ്യ റസൂലിന്റെ അരികിൽ വന്നു, ബിഷാറത്തൻ സന്തോഷ വാർത്തയുമായി. വനാസിറുഹു, നബിയുടെ സഹായിയാകട്ടെ ഇവരൊന്നുമല്ല, മൗലൽ ബറായ, പ്രപഞ്ചങ്ങളുടെ അധിപതിയായ റബ്ബാണ്. നബിക്കത് മതി താനും. ഒന്നുകൂടി എൻ്റെ കൂടെ, 5,000 أتوه بشارة وناصيره مولى البرايا وقد كفى أبو بكر العالي الإمام وسيدي. ഒരാത്തത് അബൂബക്കറില്ലേ നബിക്ക് എന്ന്? അബൂബക്കറും ആ കൂട്ടത്തിലുണ്ട്, ജിബ്രീൽ മീകായിലിന്റെ കൂട്ടത്തിൽ എന്നൊക്കെ അർത്ഥം. അബൂബക്കർ മേലയായ അബൂബക്കർ, അല്ലിമാമു ഇമാമായ അബൂബക്കറും ഉണ്ട് ആ കൂട്ടത്തിൽ. വസയ്യിദി, എന്നെ നേതാവുമായ അല്ലാഹു അവരെ നേതാവാക്കി അനുയായികളാവുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. സിദ്ദീഖുൽ അക്ബർ, എൻ്റെ നേതാവാക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. എൻ്റെ അനുയായി എന്ന് സിദ്ദീഖുൽ അക്ബറിന് തോന്നുന്ന വിധത്തിൽ അല്ലാഹു നമ്മളെ വളർത്തി തരട്ടെ, ശുദ്ധീകരിച്ച് തരട്ടെ, നന്നാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം.